ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ 38 പേരാണ് ഇപ്പോൾ മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജ് നാരായണൻ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ചികിത്സയിലുള്ളവരിൽ 2 പേർ മാത്രമാണ് ഇപ്പോൾ ICUവിലുള്ളത്. അതിൽ തന്നെ ഒന്ന് ഡോക്ടർ മോഹപാത്ര, സ്വികൃതി മോഹപാത്ര, ഒറീസയിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ആയിരുന്നു. 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ മരണപ്പെട്ടെന്ന് വേണം കരുതാൻ. ഒരാളുടെ ശരീരം ഇനിയും കിട്ടിയിട്ടില്ല. മറ്റൊരാളുടെ ശവശരീരവും അതുകൂടാതെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നഴ്സ്, ഒരു പ്രിയദർശിനി, അവർ തിരിച്ചു പോയി. ഡോക്ടർ ഒരുവിധം സാധാരണ നിലയിലാകെ ആകെ മണ്ണിൽ കുളിച്ച് ശ്വാസകോശങ്ങളിലൊക്കെ മണ്ണ് നിറഞ്ഞ രീതിയിലായിരുന്നു ഇവിടെ വന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. നേരിട്ട് ICUവിൽ എടുത്ത് വേണ്ട ചികിത്സ കൊടുത്ത് അവരൊരുവിധം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. മറ്റൊരാൾ ICUവിലുള്ളത് ഗുരുതരമായ പരിക്ക്, ശ്വാസനാളിയിൽ, അതായത് ട്രക്കിയൽ ഇഞ്ചുറി വന്നതുകൊണ്ടായിരുന്നു. അവർ വെന്റിലേറ്ററാണ്. ഗ്രാജ്വലി സാവകാശം അവർ സാധാരണ നിലയിലേക്ക് വരികയാണ്. വാർഡുകളിൽ ബാക്കി 36 പേരുണ്ട്. അവരെല്ലാം തന്നെ ഒരുവിധം സുഖപ്പെട്ടു വരുന്നു. ഏതാനും പേർക്ക് അസ്ഥികൾക്കുള്ള പരിക്ക്, ഫ്രാക്ചർ വന്നത് കാരണമുള്ള തുടർ ചികിത്സയ്ക്ക് വേണ്ടി വാർഡുകൾ നിർത്തുന്നവരൊഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ ഒരുവിധം സാധാരണ നിലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂടുതൽ ആളുകൾക്ക് ശ്വാസകോശം പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ മണ്ണും ചെളിയൊക്കെ അകത്തിയെന്നതിന് അതായിരുന്നോ ഈ ICUവിൽ കഴിയുന്നവരുടെ പ്രശ്നം? ICUവിൽ കഴിയുന്നതൊന്ന് ഡോക്ടറുടെ കാര്യം പറഞ്ഞു. അത് തീർച്ചയായും ശ്വാസനാളികളിൽ എല്ലാം തന്നെ ശ്വാസ അറകളിലേക്ക് വരെ മണ്ണെത്തിയ നിലയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഒരു വേള ആ സമയത്ത് ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ അവർ ബാക്കിയാവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ പലവട്ടം ആ ശ്വാസനാളികളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി എന്ന് പറയാം. അതിന് ശേഷം വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരുവിധം സാധാരണ നിലയിൽ വന്നിട്ടുണ്ട്. തുടർ പ്രശ്നങ്ങൾ ശ്വാസകോശങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്നിരുന്നാലും വളരെ ചെറിയ തോതിൽ മാത്രം ഓക്സിജൻ കൊടുക്കുന്ന ഒരവസ്ഥയിൽ അവർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ആളുകളുടെ ശ്വാസനാളിയിൽ ട്രക്കിയ എന്ന് പറയുന്ന വിൻ പൈപ്പിന് വന്നിട്ടുള്ള ഗുരുതരമായ പരിക്കായിരുന്നു. അവർക്ക് ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞ് നേരിട്ട് ശ്വാസനാളിയിലേക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്ന ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം പരിചരിച്ച് വരികയാണ്. ആ പരിക്കുകളും ശരിയായി വരുന്നു. എന്നിരുന്നാലും അവരെ ICUവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. തീർച്ചയായും എല്ലാവരും ഒറ്റ കൈയോടുകൂടി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ, ഗുരുതരമായി പരിക്കേറ്റവർ പോലും ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് ഡോക്ടർ മനോജ് നാരായണൻ നമ്മോട് പങ്കുവെക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി.